ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നിന്നുള്ള ടിക്ടോക്കർ കിയോസ് 1,00,000-ലധികം ഫോളോവേഴ്സുള്ള പ്രമുഖ ഇസ്ലാമിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിരുന്നു. ഇസ്ലാമിക വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന വീഡിയോകളും വിശദീകരണങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം ഇപ്പോൾ താൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ കാരണങ്ങൾ പരസ്യമായി പങ്കുവച്ചിരിക്കുകയാണ്. നിരീശ്വരവാദികളായ മാതാപിതാക്കളുടെ കുടുംബത്തിലാണ് കിയോസ് വളർന്നത്. ജീവിതത്തിന്റെ അർത്ഥവും ദൈവത്തെക്കുറിച്ചുള്ള സത്യവും കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ വർഷങ്ങളോളം തത്വചിന്തയും ആത്മീയതയും പഠിച്ച അദ്ദേഹം 25-ാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. തുടർന്ന് ദിവസേന മതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ഇസ്ലാമിക പഠനങ്ങളിൽ ആഴത്തിൽ മുഴുകുകയും വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന പ്രമുഖ ടിക്ടോക്ക് കണ്ടന്റ് ക്രിയേറ്ററായി മാറുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ചില അടിസ്ഥാന ദൈവശാസ്ത്ര ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം വീണ്ടും സത്യാന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. തന്റെ സംശയങ്ങളുമായി നിശബ്ദമായി പോരാടിക്കൊണ്ടിരുന്ന ആ ദിവസങ്ങളിലാണ് ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവമുണ്ടായതെന്ന് കിയോസ് സാക്ഷ്യപ്പെടുത്തുന്നു. തുടർച്ചയായി 3 രാത്രികളിൽ യേശുക്രിസ്തുവിനെ സ്വപ്നത്തിൽ കണ്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. താൻ സാധാരണയായി സ്വപ്നങ്ങൾ കാണാറില്ലെന്നും അതിനാൽ ഈ അനുഭവം യേശുക്രിസ്തുവിനെ ഗൗരവമായി അന്വേഷിക്കുവാനുള്ള ദൈവത്തിന്റെ ക്ഷണമായാണ് താൻ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അതിനുശേഷം ക്രൈസ്തവ വിശ്വാസത്തെ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയ കിയോസ് ദൈവത്തെക്കുറിച്ചുള്ള തന്റെ ധാരണ പൂർണ്ണമായും മാറിയെന്ന് പറയുന്നു. വിശ്വാസമെന്നത് വെറും നിയമങ്ങളും ആചാരങ്ങളും പാലിക്കുന്നതല്ലെന്നും സ്നേഹനിധിയായ രക്ഷകനായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണെന്നും താൻ തിരിച്ചറിഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം ഭാഷയിൽ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പൊരിക്കലും അനുഭവിക്കാത്ത സമാധാനം ലഭിച്ചുവെന്നും കിയോസ് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന തന്റെ പരസ്യ പ്രഖ്യാപനത്തിന് വലിയ വിലയാണ് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത്. മുൻ അനുയായികളിൽ പലരും അധിക്ഷേപങ്ങളും അപവാദ പ്രചരണങ്ങളും നടത്തി. ചിലർ വധഭീഷണികൾ പോലും മുഴക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നിരുന്നാലും യേശുക്രിസ്തുവിന് തന്റെ ജീവിതം സമർപ്പിച്ചെന്നും സത്യത്തെ പിന്തുടരുവാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്നും കിയോസ് വ്യക്തമാക്കുന്നു. ഇന്നും അപ്രതീക്ഷിതമായ വഴികളിലൂടെ മനുഷ്യഹൃദയങ്ങളെ യേശുക്രിസ്തു തന്നിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന്റെ ശക്തമായ സാക്ഷ്യമാണ് തന്റെ ജീവിതമെന്നും അദ്ദേഹം പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗേന ന്യൂസ്.